ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. കേൾക്കുന്നുണ്ടോ? യെസ്, താങ്ക് യു അഫ്സീറ മാം. എല്ലാവർക്കും സുഖാണോ? ഗുഡ് ഈവനിങ് ഡിയർ, ഗുഡ് ഈവനിങ്. സുഖാണോ? യെസ്. അപ്പോ എന്താണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ആര് പറയും? റഹന കുട്ടി, മോള് പറയോ എന്താണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്? വിജയം, സക്സസ്. ആ, സക്സസ്. അത് മാത്രം കേട്ടു. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് അല്ലേ? ശരിക്കും കേൾക്കുന്നില്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ. എനിവേ, താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും വിജയിച്ചവരാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? യെസ് ഓർ നോ? ഇന്ന് ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആണ്. നോ, നോ എന്നാ തോന്നുന്നത്. ഓക്കെ, ബാക്കിയുള്ളവര് യെസ്, നോട്ട് ഫുള്ളി. നൈസ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, നമുക്കിപ്പം നോ എന്ന് കേട്ടു, നോട്ട് ഫുള്ളി എന്ന് കേട്ടു, യെസ് എന്ന് കേട്ടു. ഫൈൻ. എന്താണ് സക്സസ് അക്കോർഡിംഗ് ടു യു? എന്താണ് വിജയം? സക്സസ് എന്നാൽ നിങ്ങളുടെ പുസ്തക പ്രകാരം എന്താണ് അതിന്റെ ഒരു അർത്ഥം? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ, നോ ഇഷ്യൂസ്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിലും അറിയിക്കാം. എന്താണ് സക്സസ്? എന്താണ് സക്സസ്? നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുക. ഫൈൻ. ഓക്കെ, വേറെ ആരെങ്കിലും? നമ്മൾ ആഗ്രഹിച്ച് നടക്കുമ്പോൾ. ഓക്കെ, ഓക്കെ. ആരാണത്? വിനീഷ് സർ. നോട്ട് എ ഡെസ്റ്റിനേഷൻ. സൂപ്പർ. ഓക്കെ, ഓക്കെ. വാട്ട് ഈസ് സക്സസ് എന്ന് പറഞ്ഞാല്, അതിന് സത്യം പറഞ്ഞാല് എല്ലാവർക്കും പല പല ഡെഫിനേഷൻസ് ആണ്. ചിലർക്ക് സക്സസ് ഒരു ജേർണി ആയിരിക്കും. ഓക്കെ, അതായത് ഒരു യാത്ര ആയിരിക്കും. നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും. മറ്റു ചിലർക്ക് എന്താണെന്നറിയോ, ആ ആ ലക്ഷ്യത്തിൽ നമ്മൾ ആരാ പറഞ്ഞത്, ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ വി സേ യെസ് ഐ എം സക്സസ്ഫുൾ. ബട്ട് റിമെമ്പർ ദാറ്റ് നമ്മളുടെ മെന്റർ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, സക്സസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് ആക്ച്വലി ഒരു ഡെഫിനിഷൻ ഇല്ല. സക്സസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് സത്യം പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ ഇല്ല. അത് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ ആണ് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇപ്പോ എൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന, ഒരു ടെൻഷനും ഇല്ല, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സക്സസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? യെസ്. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, സക്സസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ അതിനില്ല. അത് നമ്മൾ എന്താണോ അതിനൊരു ഒരു മീനിങ് കൊടുക്കുന്നത്, അത് തന്നെയാണ് സക്സസ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരോട് ചോദിക്കാം? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് സക്സസ്? ഒരാൾ ഒന്ന് പറഞ്ഞേ. ഹു വിൽ ടെൽ മീ? ഷാനി മാം പറയോ, വാട്ട് ഈസ് സക്സസ് അക്കോർഡിംഗ് ടു യു? എന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട്, അതായത് എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന സംഗതികൾ എത്തിപ്പിടിക്കാനായിട്ട് കഴിയുമ്പോഴാണ് ഞാൻ സക്സസ് ആയിട്ട് കരുതുന്നത്. സൂപ്പർ. അതാണ്. സി, അപ്പൊ നമുക്ക് മനസ്സിലായി, സക്സസ് ബൈ ഇറ്റ്സെൽഫ് ഹാസ് നോ മീനിങ്. ഇറ്റ്സ് ദ മീനിങ് ദാറ്റ് വി ഗിവ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് 4 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന, 4 ടൈപ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, ആദ്യത്തത് സ്റ്റാർട്ടേഴ്സ്. സ്റ്റാർട്ടേഴ്സ്. രണ്ടാമത്തത് വാച്ചേഴ്സ്. മൂന്നാമത്തത് ജോയിനേഴ്സ്. നാലാമത്തത് ചാമ്പ്യൻസ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടേഴ്സ് ആരാണ്? ആ പേര് പറയുന്നത് പോലെ തന്നെ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഒരു സ്റ്റക്കായി, പിന്നെ കുഴപ്പമില്ല. നൗ ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, അപ്പൊ 4 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടേഴ്സ് ആണെന്ന്. അപ്പൊ വാട്ട് ആർ സ്റ്റാർട്ടേഴ്സ്? സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇനത്തിൽ പെടുന്ന ആൾക്കാർ, അവരെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കും. എന്തോ ഇല്ലേ മലയാളത്തില് ഒരു വേർഡ് ഉണ്ടല്ലോ അങ്ങനെ, സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷെ എൻഡ് ആരംഭശൂരത്വം. കറക്റ്റ്.
സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷെ എൻഡ് ചെയ്യൂല. അവരെന്താ വിളിക്കുക? സ്റ്റാർട്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വാച്ചേഴ്സ്. വാച്ചേഴ്സ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടും ചെയ്യൂല ഫിനിഷും ചെയ്യൂല, സ്റ്റാർട്ടും ചെയ്യില്ല ഒന്നും ഫിനിഷും ചെയ്യില്ല. അവരിങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. അവരിങ്ങനെ മറ്റുള്ളവർ എന്തൊക്കെയാ ചെയ്യുന്നത് അതൊക്കെ കണ്ടിരിക്കുന്നവരെയാണ് നമ്മൾ വാച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ്, സെക്കൻഡ് വാച്ചേഴ്സ്, തേർഡ് ആരാന്നറിയോ? ജോയിനേഴ്സ് എന്ന് പറയും അവരെ. ജോയിനേഴ്സ് അവരെന്താ ചെയ്യാന്നറിയോ? ആരെങ്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സംഭവം, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഫിനിഷ് ചെയ്യൂല, അങ്ങനത്തെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത സംഭവം ഈ ജോയിനേഴ്സ് എന്ത് ചെയ്യുന്നറിയോ? അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്ത സംഭവം ഇവർക്ക് ഫിനിഷ് ചെയ്യാനുള്ള കഴിവാണ് ഉള്ളത്. സോ ഇവരെന്താ വിളിക്കുക? ജോയിനേഴ്സ്. സ്റ്റാർട്ട് ചെയ്ത സംഭവത്തിലേക്ക് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെ ജോയിനേഴ്സ് എന്നാ വിളിക്കുക. ഓക്കെ, മൂന്നാളെ കണ്ടേ. നാലാമത്തതാണ് ചാമ്പ്യൻസ്. ഇവരെന്തുകൊണ്ടാണ് ചാമ്പ്യൻസ് എന്ന് വിളിക്കുന്നതെന്നറിയോ? ഇവര് സ്റ്റാർട്ടും ചെയ്യും, ആ സ്റ്റാർട്ട് ചെയ്ത സംഭവം ഫിനിഷും ചെയ്യും. റൈറ്റ്? ഇവർ സ്റ്റാർട്ടും ചെയ്യും. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവർ ചെയ്യും. അത് ഏത് ചാലഞ്ച് ഫേസ് ചെയ്തിട്ട് ഇവർ ചെയ്യും. അതേപോലെ അത് അടിപൊളിയായിട്ട് ഫിനിഷും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുക. സോ നമ്മളിപ്പോൾ കണ്ടത് 4 ടൈപ്സ് ഓഫ് പീപ്പിൾ ആണ്. ഒരു ക്വാഡ്രന്റ് പോലെ കേട്ടോ. 4 ടൈപ്സ് ഓഫ് പീപ്പിൾ ആണ്. അതിൽ സ്റ്റാർട്ടേഴ്സ് ആണ്, സ്റ്റാർട്ട് ചെയ്യും ഫിനിഷ് ചെയ്യൂല. അടുത്തത് വാച്ചേഴ്സ് ആണ്, ഇവരിങ്ങനെ ബാക്കിയുള്ളവർ ചെയ്യുന്നത് വാച്ച് ചെയ്തിരിക്കുകയാണ്. ദേ വിൽ നോട്ട് സ്റ്റാർട്ട്, ദേ വിൽ നോട്ട് ഫിനിഷ്. ഓക്കെ, തേർഡ് വൺ ആരായിരുന്നു? ഒന്ന് പറഞ്ഞേ, ആര് പറയും? ഫസീല. ഗുഡ്. ജോയിനേഴ്സ് ആരാണ്? ആരോ സ്റ്റാർട്ട് ചെയ്ത സംഭവം ഗുഡ് അറ്റ് ഫിനിഷിങ് ഇറ്റ്, അവർ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇടയ്ക്കുന്ന ജോയിൻ ചെയ്യുന്നവർ. നാലാമത്തതാണ് ചാമ്പ്യൻസ്. ഇവരെന്താണെന്നറിയോ? ഇവരൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റാർട്ടും ചെയ്യും, അത് നല്ല രീതിയിൽ ഫിനിഷും ചെയ്യും. അപ്പൊ നമ്മൾ ഈ 4 തരത്തിൽ ആൾക്കാരെ കണ്ടിട്ടേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏത് ക്വാഡ്രന്റിൽ പെടാനാ ആഗ്രഹം? ഒന്ന് പറഞ്ഞേ. നാലാമത്തെ. എല്ലാവർക്കും നാലാമത്തെ ആണല്ലേ? ആണോ ഇല്ലയോ? ആണോ അല്ലയോ? യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്തേ, ഒന്ന് ടൈപ്പ് ചെയ്തോ, ഉഷാറായിക്കോട്ടെ. ചാമ്പ്യൻ ആവണം. യെസ് യെസ് യെസ്. കണ്ടോ, ചാറ്റ് ബോക്സ് തന്നെ പറയും നമുക്ക് എല്ലാവർക്കും ചാമ്പ്യൻ ആകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെന്താ നമ്മൾ ചാമ്പ്യൻ ആവാത്തേ? എന്തായിരിക്കും കാരണം? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ചാമ്പ്യൻ ആവാൻ. നമ്മൾ എന്തുകൊണ്ടാണ് ചാമ്പ്യൻ ആവാത്തേ? ഒരു റീസൺ പറഞ്ഞേ, ഒറ്റൊരു റീസൺ. ഫിയർ ഓഫ് ഫെയിലിയർ. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കൊരു റിസ്ക് എടുക്കാൻ ഒരു പേടിയുണ്ടല്ലേ? അത് ചെയ്യുമ്പോ എന്തൊക്കെയോ റിസ്ക് ഉണ്ട്, അത് എടുക്കണ്ടേന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കും കിടക്കട്ടെ വേണ്ട. റൈറ്റ്? നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കാൽക്കുലേറ്റർ റിസ്ക് എടുക്കണം കേട്ടോ. കാൽക്കുലേറ്റർ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ ഒരു വെള്ളം കാണുന്നുണ്ട്, നമ്മളിവിടെ നിന്നിട്ട് ഇങ്ങനെ വിചാരിക്കുക ഇതിനത്ര ആഴമൊന്നും ഇല്ല, അങ്ങ് ചാടിക്കിടക്കാം എന്ന് വിചാരിച്ചിട്ട് ചാടിക്കിടക്കരുത്. അത് ഒന്ന് അനലൈസ് ചെയ്യണം, നമുക്ക് ചാടിക്കിടക്കാൻ പറ്റുന്ന ഒരു ആഴം തന്നെയാണോ, അല്ലാതെ വെറുതെ പോയിട്ട് ചാടാൻ നിൽക്കരുത്. വെറുതെ പോയി ചാടുന്നതിന് എന്താ പറയാ? ഞാൻ ഭയങ്കര റിസ്ക് എടുത്തു എന്ന് പറയും. റൈറ്റ്? റിസ്ക് ആണത്. പക്ഷെ കാൽക്കുലേറ്റർ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് കുഴപ്പമില്ല, ഇത് ഒരു മുട്ടോളെ വെള്ളമുള്ളൂ, കുഴപ്പമില്ല, എനിക്കിങ്ങനെ നടന്നു പോകാനൊക്കെ പറ്റും, അത്യാവശ്യം ഒന്ന് നീന്തിയാൽ മതി, എന്നാൽ തന്നെ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്തിട്ട് മനസ്സിലായ ഒരു സംഭവം നമുക്ക് റിസ്ക് എടുക്കാം. അതിനാണ് നമ്മൾ കാൽക്കുലേറ്റർ റിസ്ക് എന്ന് പറയാം. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ റിസ്ക് ഒക്കെ എടുത്താൽ മാത്രമേ നമ്മൾ ഈ ക്വാഡ്രന്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ആയ ചാമ്പ്യൻ ഏരിയയിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആണോ കാൽക്കുലേറ്റർ റിസ്ക് ഒക്കെ എടുത്തിട്ട് ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ട്? ആണോ അല്ലയോ? യെസ് ഓർ നോ? ആരും ഇന്ന് ഉഷാറില്ല, എല്ലാവരും വീക്കെൻഡ് ആയിട്ടാണോ അല്ലേ? സാറ്റർഡേ നൈറ്റ് ഒക്കെ ആയിട്ട് ആണോ? യെസ്. ഓക്കെ, അപ്പോ നമ്മളെല്ലാവരും ചാമ്പ്യൻ ആവാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, റിസ്ക് എടുക്കാനുള്ള പേടി മാത്രമാണോ നമ്മൾ ഒന്നും ചെയ്യാൻ റെഡി അല്ലാതിരിക്കുന്നത്? അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യണം വേണ്ട, റിസ്ക് എടുക്കാനുള്ള പേടി മാത്രമാണോ? വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന്? ലേസിനെസ്. ഓക്കെ, മടി. ഓക്കെ, ഗുഡ്. വേറെ? പ്രൊക്രാസ്റ്റിനേഷൻ. നാളെ ആവട്ടെ, ഇന്ന് ഏതായാലും പോട്ടെ.
അടുത്ത ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ആ ഒരു സംഭവം നമ്മൾക്കൊക്കെ ഉണ്ടല്ലേ ഇത്. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാം, നാളെ ആവട്ടെ, ഇനി ഏതായാലും ഇന്ന് ഇത്ര ആയില്ലേ, ആ ഒരു ഫീലിംഗ് ഒക്കെ അല്ല. ലാക്ക് ഓഫ് ആക്ഷൻ ടേക്കിംഗ്. ഗുഡ്. യെസ്. വേറെന്താണ്? നമ്മളൊരു കാര്യം തുടങ്ങാതിരിക്കാൻ മെയിൻ തിങ് ഇതൊക്കെ തന്നെയാണ് അല്ലെ? ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് അറിയില്ല. അധികം ആൾക്കാരും പറയുന്ന സംഭവമാണ്, എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് ഹാവ് ദ നോളജ് ഫോർ ദാറ്റ്. ഇപ്പൊ എൻ്റെ കേസിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമുണ്ട്. അങ്ങനെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ റീഡിങ്ങും റൈറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി റീസെല്ലിങ് ചെയ്യാം, പ്രോഡക്റ്റ് റീസെല്ലിംഗ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ആകെ അറിയുന്നതെന്ന് എനിക്ക് അങ്ങനെ ചെയ്ത് കൂടെ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എങ്ങനെ ചെയ്യും, എങ്ങനെ തുടങ്ങും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതെങ്ങനെയാ നടക്കുന്നത്, ഒന്നും നോളജ് ഇല്ല. തോന്നിയിട്ടുണ്ടോ? ലാക്ക് ഓഫ് നോളജ് കൊണ്ടും നമ്മളിങ്ങനെ സ്റ്റക്കായി പോയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ നമ്മൾ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഞാൻ കുറേ നാൾ അങ്ങനെ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് യെസ് നോ വാട്ട് ടു ഡു. യെസ് ഞാനിപ്പോൾ കുറേ ആളോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാ ഓൺലൈനിലൊക്കെ സാധനങ്ങൾ നമ്മളിങ്ങനെ വിൽക്കുക, നമ്മളെങ്ങനെയാ അത് ചെയ്യുക? അപ്പൊ എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നൊരു സംഭവമേ ഉള്ളൂ, സെൽ ഇറ്റ് ഓൺ ആമസോൺ. പക്ഷെ സെൽ ഇറ്റ് ഓൺ ആമസോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോണിൽ പോയി തപ്പുമ്പോൾ അവിടെ നമ്മൾ GST ഒക്കെ ഉള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിട്ട് വേണം അവിടെ ഇൻവെന്ററി ഒക്കെ കീപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. അതർവൈസ് ഇറ്റ് ഇസ് സംതിങ് എൽസ്. അപ്പൊ അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാലാഖയെ പോലെ ഒരാൾ വന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നത്, ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഐ കുഡ് ഡു ഇറ്റ്. അപ്പൊ നമുക്ക് നോളജ് ഇല്ലെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോകും. ഓക്കെ. പിന്നെ നമ്മൾ റെഡി അല്ലാത്തതിന്റെ വേറൊരു കാരണമാണ് നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പുറത്തിറങ്ങാൻ ഭയങ്കര മടി. ഉണ്ടോ? കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ്, നമ്മളെ ബ്രെയിൻ നമ്മളോട് പറഞ്ഞു തരും, എന്തിനാണ് മുത്തതി, എന്തിനാ ഇതൊക്കെ ചിന്തിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളെ ബ്രെയിനും കൂടി നമുക്ക് പറഞ്ഞു തന്നെ, അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡും കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ഒരു 5 ചോദ്യം, ഇതിന് മുന്നേയും ഞാൻ ഏതോ ഒരു വെബിനാറിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 5 ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണമെന്ന്. ഓക്കെ, 5 ചോദ്യം നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ചേഞ്ച്? എന്തെങ്കിലും ഉണ്ടോ ഞാൻ മാറ്റേണ്ടത്? എന്നോട് തന്നെ ചോദിക്കാട്ടോ, എന്തെങ്കിലും ഉണ്ടോ നിന്നിൽ നീ മാറ്റേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ചേഞ്ച്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ലേൺ? എന്തെങ്കിലും ഉണ്ടോ പുതുതായിട്ട് നീ പഠിക്കാൻ? സ്വന്തത്തിനോട് ഇതൊക്കെ ചോദിക്കാട്ടോ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമ്മളുടെ മൈൻഡ് നമുക്ക് കുറെ ഉത്തരങ്ങൾ തരും. ആ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ വീൽ അണ്ടർസ്റ്റാൻഡ് നമ്മൾ എവിടം വരെ എത്തി, നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ചേഞ്ച്? എന്തെങ്കിലും മാറ്റാനുണ്ടോ? എന്തൊക്കെയാ ഞാൻ മാറ്റേണ്ടത്? രണ്ടാമത്തത്, ഞാൻ എന്താണ് പുതുതായി പഠിക്കേണ്ടത്? മൂന്നാമത്തത്, ഏത് ഏരിയയിലാണ് വീണ്ടും ഞാൻ ഇംപ്രൂവ് ചെയ്യാനുള്ളത്? കുറേ ഏരിയാസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ, അതിൽ ഏതൊക്കെയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ളത്? നാലാമത്തത്, ഞാൻ എന്താണ് നിർത്തേണ്ടത്? വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു സ്റ്റോപ്പ്? ഞാൻ എന്താണ് നിർത്തേണ്ടത്? അഞ്ചാമത്തത്, ആർക്കാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? 5 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഹൂ ക്യാൻ റിപ്പീറ്റ് ഇറ്റ് ഫോർ മീ? ആരാ റിപ്പീറ്റ് ചെയ്യാ? 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരും What is it that I need to change? ചേഞ്ച്. യെസ്. അടുത്തത് what is that I need to learn? ലേൺ. തേർഡ് Which areas do I need to improve? ഇംപ്രൂവ്. ഫോർത്ത് What I need to change? വാട്ട് ഐ നീഡ് ടു സ്റ്റോപ്പ്. നമ്മൾ Yeah, I mean, ചേഞ്ച് ഫസ്റ്റ്. ഞാൻ yes. എന്തോന്ന് നിർത്താനുണ്ട്, അത് നിർത്തിയാൽ മാത്രമേ ഞാൻ Stop. മുന്നോട്ട് പോവുള്ളൂ. Yeah, who can help me? ഹൂ ക്യാൻ ഹെൽപ്പ് മീ? അതെന്താ ഒരു ഹൂ ക്യാൻ ഹെൽപ്പ് മീ? കാരണം എപ്പോഴും നമുക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും നിർബന്ധമൊന്നുമില്ല. മേ ബി നമ്മൾ ഒരാളുമായിട്ട് ഇരുന്ന് അയാളായിട്ട് ഇരിക്കുന്ന ആ ഒരു നിമിഷത്തിലായിരിക്കും നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക. ഓ, അതങ്ങനെയായിരുന്നല്ലേ,
സോ there is somebody who can help you. നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങൾക്ക് അത് എത്തിക്കാൻ പറ്റുന്നില്ല, ഒരു മടിയും വിചാരിക്കരുത്. There are lots of people around to help you out. Okay? Okay? ടൈപ്പ് ചെയ്യടോ, ആരും ടൈപ്പ് Yes, ചെയ്യാനില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും മൈൻഡ് ചേഞ്ച് ആക്കണം, നമ്മളൊന്ന് റെഡി ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ആണോ അല്ലയോ? നിങ്ങൾ റെഡി അല്ലേ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്? മാറാൻ റെഡി അല്ലേ? യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ചേഞ്ചും പിന്നെ വേറൊരു വേർഡ് ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയോ? ചേഞ്ച് എന്ന് പറഞ്ഞ വേർഡും ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസം അറിയോ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാറ്റം അല്ലേ? ട്രാൻസ്ഫോർമേഷൻ എന്താ? അതിന്റെ അർത്ഥം എന്താ? ട്രാൻസ്ഫോർമേഷന്റെ അർത്ഥം എന്താ? സ്ഥിരമായിട്ട് മാറുക. വാവ്, who is that? വസീല മാം. അടിപൊളി. യെസ്. അതായത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മാറ്റം മാത്രമാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപാന്തരപ്പെട്ടു എന്നൊക്കെ പറയൂലേ, അതാണ് ട്രാൻസ്ഫോർമേഷൻ. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഒരു നല്ല തടിയുള്ള ആള് എക്സസൈസ് ഒക്കെ ചെയ്ത് ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് മെലിഞ്ഞു. ഓക്കെ, നല്ലോണം ഡയറ്റ് ഒക്കെ ചെയ്ത് ആളങ്ങ് മെലിഞ്ഞു. അതിനെന്താ നമ്മൾ പറയാ? ചേഞ്ച്. അതിനെന്താ പറയാ? ചേഞ്ച്. ആള് അങ്ങനെ തന്നെ ഇപ്പൊ ചേഞ്ച് ആയേ, ആൾ അങ്ങനെ തന്നെ നിൽക്കുക, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ പറയാ ആ ആള് ട്രാൻസ്ഫോംഡ് ആയിട്ടോ. മനസ്സിലായോ? നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ, ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് എന്താണ്? ചേഞ്ച്. ആ ചേഞ്ച് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫോംഡ് ആയി മാറുക. ഓക്കെ, അപ്പൊ നമ്മളെ ലൈഫില് ഏതൊക്കെ ഏരിയാസിൽ നമ്മൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്നറിയാം. അതായത് ഈ ചേഞ്ചിനെ നമുക്ക് ചേഞ്ച് ആക്കി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറെ ഏരിയാസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അത് നമ്മളുടെ വിശ്വാസങ്ങളെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ആണോ ഇല്ലയോ? യെസ് ഓർ നോ? ഫസീല മാമിന് തോന്നുന്നുണ്ടോ നമ്മളെ വിശ്വാസങ്ങളെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്ന്? യെസ്. എങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. നമ്മളെ ലിമിറ്റിംഗ് ബിലീഫിനൊക്കെ ഒഴിവാക്കിയിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാല് നമ്മളതിന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും അല്ലെ? അതായത് ഇപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റില്ല കേട്ടോ, അതെന്റെ ഒരു വിശ്വാസാ അല്ലേ? എനിക്കത് മാറ്റാൻ പറ്റൂലേ? എനിക്കത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റൂലേ? നമുക്ക് കുറെ ടൂൾസ് ഉണ്ട്, ലൈക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കാം, അഫർമേഷൻസ് കൊടുക്കാം, ഓട്ടോ സജഷൻ, അങ്ങനെ പലതും കൊടുത്ത് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. റൈറ്റ്. ഇനി നമ്മളുടെ മൈൻഡ് സെറ്റിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മളുടെ മനോഭാവം ഇല്ലേ, ഓരോ കാര്യത്തിലെ മനോഭാവങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Definitely. യെസ്. നമ്മളെ ശീലങ്ങളെ മാറ്റാൻ പറ്റുമോ? Yes. നമ്മളെ ശരിയാ, നമ്മളെ റൊട്ടീൻ ഇല്ല, നമ്മളെ ഡെയിലി റൊട്ടീൻ, നമ്മൾ കുറേ വർഷമായിട്ട് ചെയ്യുന്ന ഡെയിലി റൊട്ടീനാ, പക്ഷെ അത് മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? With the right attitude, മാറ്റാൻ പറ്റും. നമ്മളെ ആരോഗ്യസ്ഥിതി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ? നമ്മളെ ജോലിയിലെ ആ ഒരു ഇതില്ലേ, നമ്മളെ ജോലി ചെയ്യുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി, അത് മാറ്റിയെടുക്കാൻ പറ്റുമോ? നമ്മളെ കോൺഫിഡൻസ് മാറ്റാൻ പറ്റുമോ? Of course. Definitely അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്തിനാണ് ശരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമ്മൾ കുറെ ചേഞ്ച് അല്ല കേട്ടോ, ട്രാൻസ്ഫോം ഒക്കെ ചെയ്യണം കേട്ടോ. ചേഞ്ചിലായിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ട് ട്രാൻസ്ഫോംഡ് ആയി മാറണം. എന്തിനാ നമ്മൾ ട്രാൻസ്ഫോം ആവുന്നേ? എന്തിനാ നമ്മൾ ട്രാൻസ്ഫോം ആവുന്നേ? ടു ബ്രിങ് പോസിറ്റീവ് ചേഞ്ചിനസ് അല്ലേ? അല്ലാതെ നെഗറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും നാച്ചുറലി നമ്മൾ പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, റൈറ്റ്? അപ്പൊ നമ്മളുടെ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോം അല്ലെ, പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് ഈ ഓവർ തിങ്കിങ് അല്ലേ?
ഒരുപാട് ചിന്തിച്ച് കൂട്ടുക. ചിന്തിച്ച് കൂട്ടി ഇല്ലാണ്ടാവുന്നതിനെക്കാട്ടി നല്ലതാണ് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മളുടെ ഈ സംഭവം കുറയും. അതേപോലെ നമ്മളെ ശീലത്തിലൊക്കെ നമ്മളെ ഹാബിറ്റ്സിലൊക്കെ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ദുശീലങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. ആണോ ഇല്ലയോ? അതേപോലെ നമ്മളെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂട്ടാനുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മളെ മാറ്റിയെടുത്തു, എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ ലൈഫ് ലോങ് നമ്മൾ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായി മാറും. അതേപോലെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അറിവും തിരിച്ചറിവും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാം. റൈറ്റ്? അപ്പൊ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വേണ്ട കാര്യമല്ലേ? സ്പെഷ്യലി നമ്മളുടെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയും. നമ്മൾ ട്രാൻസ്ഫോംഡ് ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോവാ, ഈ ഒഴുക്കിന് പോലെ ഇങ്ങനെ പോവാന്ന് അറിയില്ലേ? അതിന് പകരം നമ്മളെ മനസ്സിലാക്കി അതിലൊരു മാറ്റം കൊണ്ടുവന്ന് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ റിയൽ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയാൻ പോവാം. സോ നാച്ചുറലി വി ഓൾ നീഡ് ട്രാൻസ്ഫോർമേഷൻ. യെസ്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്, കാരണം എനിക്കറിയാം നിങ്ങളൊക്കെ ഏത് കാറ്റഗറി. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണോ അതോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ ഉള്ളത്? എന്താണ് സംഭവം ഞാൻ പറയാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണോ അതോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ ഉള്ളത്? I have a growth mindset, madam. ഗ്രോത്ത്. യെസ്. നാച്ചുറലി ഇങ്ങനെ ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ വരണമെങ്കിലേ, അതായത് ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട്, ദാറ്റ് ടു സാറ്റർഡേ നൈറ്റ്, റൈറ്റ്, വീക്കെൻഡ് ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ കയറണമെങ്കിൽ തന്നെ നാച്ചുറലി നമ്മൾ എല്ലാവരും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. ഷുവറാണ്. ആരാ ഇത് കണ്ടുപിടിച്ചെന്നറിയോ? കരോൾ ഡ്വിക്ക് എന്ന് പറഞ്ഞ ഒരു ആള് ഉണ്ടാക്കിയ ഒരു തിയറിയാണ് കേട്ടോ. നമ്മളുടെ മൈൻഡ് സെറ്റ്, ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോറി ഞാൻ പറയാം. എല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും അല്ലെ? ഒരു ഷൂ ഉണ്ടാക്കുന്ന ഒരു കമ്പനി. എല്ലാവരും കേട്ട സ്റ്റോറി ആണോ? അറിയുന്നവരാരാ ഉള്ളത് ഇവിടെ? ഷൂ ഉണ്ടാക്കുന്ന കമ്പനി 2 സെയിൽസ്മാനെ ഒരു നാട്ടിലേക്ക് അയച്ചു. Attitude. പറഞ്ഞേ മാം, കേക്കട്ടെ. അവിടെ ഒരാള് പറഞ്ഞു ചെരുപ്പിടില്ലാന്ന്. അപ്പൊ അവിടെ ഷൂസ് വിൽക്കാൻ യാതൊരു സ്കോപ്പും ഇല്ല. ബട്ട് അതേസമയം the other person he said, oh my god, അവിടെ ആരും ഷൂസ് ഇടില്ല, there's great opportunity to sell them. അപ്പൊ രണ്ടുപേരും കറക്റ്റ് അല്ലേ? രണ്ടുപേരും കറക്റ്റ് ആയിരുന്നു അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. രണ്ടുപേര് പറഞ്ഞത് ശരിയാ. അവിടെ പോയിട്ട് ഷൂ കമ്പനി തുടങ്ങിയിട്ട് എന്തിനാണ്? അവിടെ നിൽക്കുന്ന ആൾക്കാർ ആരും ഷൂ ഇടില്ലെന്നേ, പിന്നെന്തിനാ ഷൂ കമ്പനി? ചിന്തിച്ചാ കറക്റ്റ് ആണ്. മറ്റയാളെന്താ പറഞ്ഞേ? ഓ മൈ ഗോഡ്, അവരാരും ഷൂ ഇടുന്നില്ല. അപ്പൊ നമ്മളുടെ ഷൂ ആയിരിക്കും പൈനിയേഴ്സ്. വൈ നോട്ട് വി സ്റ്റാർട്ട്? അപ്പൊ രണ്ടുപേരും കറക്റ്റ് ആയിരുന്നു. അത് അവരുടെ മൈൻഡ് സെറ്റ് ആണ് ആ രീതിയിൽ ചിന്തിക്കാൻ ഇത് സംഭവിച്ചത് അല്ലെ? മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അവിടെ അതർ പേഴ്സൺ ആര്? അവിടെ ഷൂ കമ്പനി ഒന്നും നടക്കില്ല കേട്ടോ. അവിടെ ആരും ഷൂ ഇടുന്നില്ല എന്ന് പറയുന്നത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണ് അല്ലേ? അവിടെ ഹീസ് ഫിക്സ്ഡ് ഇറ്റ്. അത് നടക്കൂല, അങ്ങനെയാണ്, അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല, അവിടെ ഒരു ചേഞ്ച് സംഭവിക്കൂല. അത് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റാ. അതർ പേഴ്സൺ എന്താ ചിന്തിച്ചേ? അവർക്ക് ആർക്കും ഷൂവോ അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളുടെ കമ്പനി അവിടെ തുടങ്ങുകയാണെങ്കിൽ നാച്ചുറലി ഷൂസ് ഒക്കെ കാണുമ്പോൾ അവർക്ക് എന്താ സംഭവം, ഇതിട്ടാ എന്താ ആവുക എന്നൊക്കെ ചോദിച്ച് കുറെ പേര് വരും. നാച്ചുറലി അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഫസ്റ്റ് ഷൂ നമ്മളുടെ കമ്പനിയുടേതാവും. അപ്പൊ ദാറ്റ് പേഴ്സൺ ഹാഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ പ്രത്യേകത എന്താ? അവർ ചാലഞ്ച് ഏറ്റെടുക്കും. റൈറ്റ്? അവിടെ ഒരു ചാലഞ്ച് ഉണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഷൂ വാങ്ങുന്ന ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഹീസ് തിങ്കിങ് ഇൻ ദാറ്റ് വേ. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ എടുക്കുകയാണ്. യെസ്, അവിടെ ഉള്ളത് വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാലഞ്ച് ഏറ്റെടുക്കുള്ളൂ, അത് ഫേസ് ചെയ്യാൻ റെഡി ആവുള്ളൂ. ആണോ? only if you have growth mindset. നമ്മൾ ഒന്ന് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും അല്ലെ? അപ്പൊ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാച്ചുറലി നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? നിങ്ങൾ റെഡി ആണോ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ചാലഞ്ചസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. They find new opportunities. യെസ്. കാരണം എന്താ?
അവർ ഫൈൻഡ് ചെയ്യും, ദേ ആർ റെഡി ടു ടേക്ക് അപ്പ് ദ ചാലഞ്ച്. അതുകൊണ്ടാണ് അവർക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അവർ മുന്നിൽ വരുന്നത് തന്നെ. റൈറ്റ്? അപ്പൊ ഇത്ര സമയമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും സമയം കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പിടികിട്ടിയത്? നിങ്ങൾ എന്ത് ചെയ്താലാ നിങ്ങൾ വിജയിക്കുക? നിങ്ങൾക്ക് എങ്ങനത്തെ മനോഭാവം ഉണ്ടായാലാണ് നിങ്ങൾ വിജയിക്കാന്ന് എന്താ മനസ്സിലായത്? ഹൂ വിൽ ടെൽ മീ? ഏത് സാഹചര്യത്തിലും നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് അത് കണ്ടെത്തുക. അത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്തുണ്ടാവണം? ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളെ മുന്നിലൂടെ ഈ സാധനങ്ങളൊക്കെ പോകുന്നുണ്ടാവും, പക്ഷെ നമ്മളൊന്നും കാണൂല. Yes. അതെ. റൈറ്റ്? Yes. നമ്മളൊന്നും കാണൂല. ഒരു മിനിറ്റ്. നമ്മൾ എവിടെയായിരുന്നു? നമ്മള് ഇനി യു ക്യാൻ വിൻ എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ യു ക്യാൻ വിൻ? ശിവ് കേരയുടെ. യെസ് യെസ് യെസ്, ശിവ് കേരയുടെ വായിച്ചിട്ടുണ്ട്, യു ക്യാൻ വിൻ. യെസ്, അതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അത് തന്നെയാണ് മൈൻഡ് സെറ്റ് കേട്ടോ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ തിങ്, അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം കിടക്കുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ചാലഞ്ചസ് കയറി വരും കേട്ടോ. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അത് തീരുമാനിക്കും നമ്മൾ വിജയിക്കോ ഇല്ലയോ. റൈറ്റ്? ഞാനൊരു എക്സസൈസ് പറയാം. നിങ്ങളുടെ കയ്യിൽ പെന്നും ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങളെ മൊബൈലിൽ തന്നെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. എന്താണെന്നറിയോ? നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്. നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു, എന്തോ ചെയ്യാനൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റിംഗ് ബിലീഫ് എന്താണ്? ജസ്റ്റ് വൺ വേർഡോ വൺ സെന്റൻസേ ഉണ്ടാവുള്ളൂ. ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാ, ഇല്ലെങ്കിൽ ബുക്കും പെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. ഒന്ന് എഴുതി നോക്കിയേ. എഴുതുമ്പോൾ കുറച്ചും കൂടിയും ഐഡിയ, ഇങ്ങനെ ബ്രെയിനിൽ കുറച്ചും കൂടി ഫീലിങ്സ് അങ്ങോട്ട് വരും. നിങ്ങൾക്ക് ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട്. ആ ബിലീഫ് കാരണമാണ് നിങ്ങൾ എന്തോ ചെയ്യാൻ തുടങ്ങുന്നു, പക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. സംതിങ് ഈസ് പുള്ളിങ് യു ബാക്ക്. ആ സംഭവം എന്താണ്? എന്താണ് നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നിങ്ങളെ പിടിച്ചു വലിക്കുന്നത്? ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ച് നോക്കട്ടോ. എന്തോ ഒരു സംഭവം ഉണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാരും ചിന്തിച്ചോ? ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒരാള്, പറയാൻ പറ്റുന്ന ഒരാളൊന്ന് പറഞ്ഞേ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ആണെന്ന്? നിങ്ങൾ എന്തോ ഒന്ന് പുൾ ബാക്ക് ചെയ്യുന്നുണ്ട്, അതെന്താണ്? I have not enough knowledge what I am going to do. Yes, yes, that is one thing. Procrastination. Procrastination is the thing which is pulling you back. Okay. നമ്മളെ മലയാളികൾക്ക് സ്പെഷ്യലി കേട്ടോ ഉള്ളൊരു വേറെ സംഭവമാണ്. അവൾക്ക് വേറെ ആരെങ്കിലും വിചാരിക്കും. അവരെന്തെങ്കിലും വിചാരിക്കോ? പിന്നെന്താണ്, അവള് അവിടെ എത്തണം, അവൾക്ക് എന്തോ കഴിവുണ്ട് കേട്ടോ, എനിക്ക് ആ കഴിവില്ല. യെസ്, നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? അവളൊക്കെ അത് ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, ഞാൻ അത്രക്കൊന്നും ആയിട്ടില്ല. അങ്ങനെ ഫീലിംഗ് ഉണ്ടോ? ഞാൻ അത്രക്കൊന്നും ആയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? 10ല് 10 ആണേ. 10ല് എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്? സ്വന്തത്തിന് കൊടുക്കുന്ന മാർക്കാണ് കേട്ടോ, ടു യു. ഇപ്പൊ സുനിത മാമിന് കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? മറിയം മാമിന് കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? അതേപോലെ മൊയ്തീൻ സാറിന് കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? 8. നൈസ്. എല്ലാരും ഒന്ന് പറഞ്ഞേ. 9. ഓക്കെ, 9. ഓക്കെ, ബാക്കിയുള്ളവരോ? 5, 7. ഓക്കെ, ഇനി 9 പറഞ്ഞവര് പറ. ആദ്യം 9. ഓക്കെ, എന്തുകൊണ്ടാണ് 9 കൊടുത്തത്? ഷാനിമോൾ അത് പറഞ്ഞേ. ഷെമി മോൾ അല്ലേ? ഒന്ന് പറഞ്ഞേ. മാം ഒന്ന് പറഞ്ഞേ. 10 out of 10 ഉണ്ട്. അമേസിങ്.
10 ഔട്ട് ഓഫ് 10 കൊടുത്ത ആള് ഒന്ന് പറഞ്ഞേ എന്തുകൊണ്ടാ 10 ഔട്ട് ഓഫ് 10 കൊടുത്തത്? കേക്കട്ടെ, പറയൂ, പറയൂലേ? സീക്രട്ട് ആണോ? പറയൂല. അപ്പൊ 9 കിട്ടിയവര് പറയട്ടെ എന്തുകൊണ്ടാ 9 എന്ന് കൊടുത്ത്? കേക്കട്ടെ. മാം I believe that I have great scope for improvement. പക്ഷെ ഞാൻ ഇന്ന് എന്നെ തന്നെ റേറ്റ് ചെയ്യുമ്പോൾ I started off myself as a teacher. I dreamt of becoming a principal. Well, yes, and yes, very soon I did that. I wanted to be a principal, and now over 13 years, I am a principal. So I have much to go, but I still believe, yes, I would give myself a 9 because I could achieve what I really wanted. Good, good, good. Very nice, very nice. Amazing. Congrats, ma'am. Congrats. അപ്പോ ദാറ്റ്സ് നൈസ്. 5 കൊടുത്ത ഒരാളുണ്ടായിരുന്നല്ലോ ഇവിടെ, അഫ്സിറ മാം. ഒന്ന് പറഞ്ഞേ എന്തുകൊണ്ടാ 5 കൊടുത്തേ? 5 കൊടുത്തത് എനിക്കൊക്കെ പഠിക്കാനും ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് 5 മാർക്ക് പോയത് ഇത് തന്നെ, എനിക്ക് പറ്റുമോ, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യണ്ടേ, കൺഫേർട്ട് സോൺ പൊട്ടിക്കാനൊരു ബുദ്ധിമുട്ട്. നൈസ്. ഇവിടെ നിങ്ങളെല്ലാവരും ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾക്ക് കുറച്ച് മാർക്ക് കുറക്കുന്നത്. കാരണം എന്താ പറയുക, നമുക്കറിയാം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ വി ആർ കീപ്പിംഗ് ദാറ്റ്. ഇത്ര നമ്പർ നമ്മൾ എന്തുകൊണ്ടാണ് കുറച്ചു കൊടുത്തതെന്നറിയോ? ഇനിയും ഒരുപാട് എനിക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് എനിക്ക് എത്താനുണ്ട് എന്നുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞ ആണോ അല്ലയോ? ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള ഫീലിംഗ് കൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് മാർക്ക് കുറച്ചിട്ട് ഞാൻ അവിടം വരെ എത്താനുണ്ട് കേട്ടോ, ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾ വന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒന്ന് കണ്ണടച്ചിട്ട്, ഇപ്പൊ നമ്മളോട് പറഞ്ഞില്ലേ കുറെ എന്തോ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട, കണ്ണടച്ചിട്ട് ജസ്റ്റ് 3 പ്രാവശ്യം കൈ നെഞ്ചത്ത് വെക്കുക കേട്ടോ, ഹാർട്ടിന്റെ സൈഡിൽ വെക്കുക. എന്നിട്ട് പറയാ ഐ ആം കേപ്പബിൾ, ഐ ആം കേപ്പബിൾ, ഐ ആം കേപ്പബിൾ. നല്ല രീതിയിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ ഹാർട്ടും നിങ്ങളുടെ കൂടെ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഐ ആം കേപ്പബിൾ. അതേപോലെ നിങ്ങൾ പറയണം എവ്രി ഡേ ഇൻ എവ്രി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എവ്രി ഡേ ഇൻ എവ്രി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ജസ്റ്റ് നിങ്ങൾ എവിടെ ഇരുന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ 2 വാക്കുകൾ മാത്രം ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ കംപ്ലീറ്റ് ലിമിറ്റിംഗ് ബിലീഫ് അവിടെ പോകും. കാരണം നിങ്ങൾ നിങ്ങളോട് പറയാ കുഴപ്പമില്ലടോ, നീ ഇന്നലത്തേനെക്കാട്ടിയും അടിപൊളിയല്ലേ ഇന്ന്, കുറച്ച് നേരത്തേനെക്കാട്ടിയും അടിപൊളിയല്ലേ ഇപ്പോ. അപ്പൊ എവ്രി ഡേ ഇൻ എവ്രി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ഐ എം കേപ്പബിൾ ഓഫ് എവ്രിതിങ്. ഓക്കെ, ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ വിജയിക്കേണ്ടവരാണേ. അപ്പൊ ഇടയ്ക്ക് മറ്റേ ആൾ കയറി വരുമ്പോ ജസ്റ്റ് വീണ്ടും വീണ്ടും അഫേം ചെയ്ത് കൊടുക്കുക. യെസ്, യു ആർ കേപ്പബിൾ, കേപ്പബിൾ ആണെടോ, കേപ്പബിൾ ആണ്. എവറി ഡേ ഇൻ എവറി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് വന്നോ? ഒരു ഷിഫ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ. നമ്മളൊരു ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ചിന്തകളിൽ ഒരു ചെറിയൊരു മാറ്റം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മാറും. കാരണം ടേക്ക് മീ ഇറ്റ്സെൽഫ് ആസ് എക്സാമ്പിൾ. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് ഇയേഴ്സിലൊക്കെ നമുക്ക് ഇതുണ്ട്, ഏത് പ്രസന്റ് ചെയ്യണം, നമ്മളുടെ പ്രൊജക്റ്റ് ഒക്കെ പ്രസന്റ് ചെയ്യാൻ. പടച്ചോനി, അതായിരുന്നു ഏറ്റവും വലിയ വിഷമം. ഈ സാറന്മാരുടെ മുമ്പിൽ എന്നിട്ട് ഇത് പ്രസന്റ് ചെയ്യേണ്ട, പ്രോജക്റ്റ് ചെയ്യണ്ടായിരുന്നു എന്നുള്ള. കാരണം അത് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. എന്നിട്ട് ഫ്രം ദാറ്റ് ഷിഫ്റ്റ് യു തിങ്ക് അത് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഹൗ മച്ച് ഐ വാസ് സ്കേർഡ് ഓഫ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ടീച്ചേഴ്സ് ആൻഡ് മെന്റേഴ്സ്. ഐ വാസ് സോ സ്കേർഡ്. അവിടുന്ന് ഞാൻ വീണ്ടും യു ആർ കേപ്പബിൾ വീണ്ടും 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 എത്ര കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ. ഇതൊരു റെപ്പറ്റീഷൻ ആണ്. നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നോറും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരാള് അത് വിശ്വസിക്കാൻ തുടങ്ങും. ഓക്കെ, ചെയ്യുമല്ലേ, ചെയ്യാൻ പറ്റുമല്ലേ, ഓക്കെ ചെയ്യാൻ പറ്റുമല്ലേ. ഇത് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, ചെയ്യൂലേ? ഇപ്പൊ ചെയ്തപ്പോ എന്താ ഫീലിംഗ് തോന്നിയത്? എന്താ തോന്നിയത്? ചെയ്യും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഐ ആം കേപ്പബിൾ എന്ന് പറയുമ്പോഴേക്കും ഞാൻ കേപ്പബിൾ ആവുമോ?
അഫ്സീറ മാം, ഐ ആം കേപ്പബിൾ എന്ന് ഡെയിലി ഇങ്ങനെ ഐ ആം പവർഫുൾ, ഐ ആം കേപ്പബിൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ അങ്ങനെ ആവുമോ? മാറ്റം വരുമോ? അഫ്സീറ മാമിന് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മൾ ആരും വെള്ളത്തിൽ വീണത് കൊണ്ട് മരിക്കില്ല. നമ്മളാരും വെള്ളത്തിൽ വെള്ളം ഒരു വല്ല പോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിവറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കേ, നമ്മൾ ആരും അതിൽ വീണത് കൊണ്ട് മരിക്കില്ല. പക്ഷെ നമ്മൾ മരിക്കും എപ്പോഴാണെന്നറിയോ? ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ. നമ്മൾ നീന്താനൊന്നും അറിയില്ല, നമ്മൾ അവിടെ വെള്ളത്തിൽ തന്നെ മുങ്ങി കിടക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ചത്തുപോകും. അപ്പൊ നമ്മൾ വെള്ളത്തിൽ വീണു എന്ന് വിചാരിച്ച് നമ്മൾ ആരും ചാവില്ല. പക്ഷെ ആ വെള്ളത്തിൽ നമ്മൾ അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ നാച്ചുറലി നമ്മൾ മരിച്ചു പോകും. സോ നമ്മൾ ഈ ചിന്തയുമായിട്ട് പോവുകയാണ്, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, അവൾക്ക് എന്നെക്കാട്ടി ബുദ്ധിയില്ലേ, എനിക്ക് അത്രക്കൊക്കെ കഴിവുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നുള്ള ചിന്തയുമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പോവത്തേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ഒരു ചെറിയ ഷിഫ്റ്റ്, ഇത് വെള്ളമാണല്ലേ, ഓക്കെ കമോൺ ലെറ്റ്സ് കൈയും കാലൊക്കെ ഇട്ട് അടിക്കട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും കരക്കെത്തട്ടെ എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ഒരിക്കലും ചാവില്ല. വി വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ. തോന്നിയിട്ടുണ്ടോ? കറക്റ്റ് അല്ലേ? ആണോ അല്ലയോ? യെസ് ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3D. ഓക്കെ, 3Ds ഓഫ് സക്സസ്. 3D എന്നാ ഇതിനെ വിളിക്കുക. 3D എന്നാ ഇതിനെ വിളിക്കുക. ആദ്യത്തെ D എന്താണെന്നറിയോ? ഡിസയർ. എന്താണത്? നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് 100% ഡിസയർ ഉണ്ടായിരിക്കണം, ആഗ്രഹം ഉണ്ടായിരിക്കണം. എനിക്കത് ചെയ്യണം, എനിക്ക് അവിടെ എത്തണം, ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണമെങ്കിൽ എനിക്ക് ഇന്ന് നല്ല ഡിസയർ ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ D. ഓക്കെ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നാ പോരാ. അതായത് ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ തിന്നാമായിരുന്നു എന്ന് വിചാരിച്ചാ പോരാ, എനിക്ക് ബിരിയാണി വേണം, അത്രയും ആഗ്രഹം ഉണ്ടായിരിക്കണം അല്ലേ? ഐ നീഡ് ബിരിയാണി എന്നാൽ മാത്രമേ നമുക്ക് ബിരിയാണി കൊണ്ട് തരൂ. എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യം നടക്കില്ല. അപ്പൊ ഫസ്റ്റ് D എന്താ? ഡിസയർ, ആഗ്രഹം, തീവ്രമായ ആഗ്രഹം. സെക്കൻഡ് എന്താ? ഡിറ്റർമിനേഷൻ. എന്താ ഡിറ്റർമിനേഷൻ? പറയൂടോ, എന്താ ഡിറ്റർമിനേഷൻ? യാഥാർത്ഥ്യം. നിശ്ചയത. ഗുഡ്, താങ്ക് യു സോ മച്ച് സർ. എന്താ വേറെ ആരോ പറഞ്ഞോ? ഓക്കെ, എന്നോടല്ല. ഓക്കെ, അപ്പൊ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാല് എനിക്കത് ചെയ്യണം, ചെയ്തേ അടങ്ങും. യെസ്, അത് എനിക്ക് ഇത് ഞാൻ റെഡിയാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ യു ആർ കമ്മിറ്റഡ് എന്ന് പറയും. അത് ചെയ്യാൻ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. ബി കമ്മിറ്റഡിനെയാണ് നമ്മൾ ഡിറ്റർമിനേഷൻ എന്ന് പറയാ. നമ്മളത് ചെയ്യും, ഞാനിത് ചെയ്യും, ചെയ്താൽ കൊള്ളാം എന്നല്ല, ചെയ്യും. അതേപോലെ മൂന്നാമത്തെ D ആണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, നമുക്കറിയാം ഇതൊക്കെ നമ്മളിങ്ങനെ തരണം ചെയ്തിട്ട് വേണം, ഈ ചാലഞ്ചസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഡിറ്റർമിൻഡ് ആയി, നമ്മൾ റെഡിയായി, എന്നിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയോ സ്ട്രഗിൾസ് വരും. അന്നേരം നമ്മളിങ്ങനെ എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അത് ചെയ്യാൻ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. കൺസിസ്റ്റൻസി എന്ന് പറയും അതിന്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് അവിടെ എത്തിക്കാം. ഡെയിലി നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് എത്തിക്കുക. അപ്പൊ 3Ds ഓഫ് സക്സസ് ആണ്. എന്തൊക്കെയാണ്? നമുക്ക് ഡിസയർ ഉണ്ടാവണം, നമ്മൾ അതിനെ ഡിറ്റർമിൻഡ് ആയിരിക്കണം, അതേപോലെ നമുക്ക് ഡിസിപ്ലിൻഡ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളിൽ ഏത് ഡിസയർ ആണോ, ഡിറ്റർമിനേഷൻ ആണോ, ഡിസിപ്ലിൻ ആണോ കൂട്ടണം. ഇതിന്റെ ശക്തി കുറച്ച് കൂട്ടണം കേട്ടോ, എന്നാൽ ഞാൻ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഏത് D ആണത്? നിങ്ങൾക്ക് തോന്നും ഡിസയർ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ, ഇതിൽ ഏതോ ഒരു D എനിക്ക് കുറച്ച് കുറവാ. ഇതിൽ ഏത് D ആണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ശക്തിപ്പെടുത്തണം അതിനെന്ന്? ഡിറ്റർമിനേഷൻ.
ഡെഡിക്കേഷൻ, ഡെലിവറി. ഓക്കെ, അടിപൊളി. ഡിസയർ, ഷാനി മാം. ആഗ്രഹം തന്നെ കുറഞ്ഞോ? അത്യാഗ്രഹം വേണം നമുക്ക് അവിടെ എത്താൻ. അപ്പൊ റെഡിയല്ലേ? യെസ്. ഇന്ന് തന്നെ ആ ഡിസയറിനെ കൂട്ടാൻ റെഡിയല്ലേ? ബിക്കോസ് നമ്മള് ഡിസൈർ എടുക്കുമ്പോ നമ്മള് അതിന്റെ എന്താ പറയാ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മള് ചില കാര്യങ്ങള് നമ്മള് സ്വയം നമ്മൾ ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മളെ അതാണ് സർക്കംസ്റ്റൻസസ് ഒക്കെ ചിന്തിക്കുമ്പോ നമ്മള് കുറച്ച് അതാണ് കേട്ടോ. ഇപ്പൊ എന്റെ കാര്യം ഞാൻ എക്സാമ്പിൾ പറയാം. എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ ഒരു ഒരു ചലഞ്ച് എന്ന് വിചാരിക്കും. ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യാൻ പറ്റൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അത്ര ശരിയാവില്ല. വല്ലാത്തൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ. അങ്ങനെ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തൂലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? അതിനെ ഓൺലൈനിലേക്ക് മാറ്റി. നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്തോ ഒരു സ്ട്രഗിൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ചിനെ എങ്ങനെ നമുക്ക് മറികടക്കാം? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? നമുക്ക് സക്സസ് ആവണമെങ്കിൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് ഗോൾ സെറ്റിംഗ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ്. യെസ്. നമ്മൾ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവരുണ്ടോ അവിടെ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ഇൻ ജാനുവരി, ഐ തിങ്ക് ജാനുവരി 2 സംതിങ് വി കെപ്റ്റ്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സെഷൻ ആയിരുന്നു അത്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം. വെറുതെ എഴുതി വെക്കുക. അത് സ്വപ്നങ്ങൾ മാത്രം ആക്കരുത്. ആ സ്വപ്നത്തിന് ഡേറ്റ് ഇട്ട് വെക്കുമ്പോഴാണ് അത് ലക്ഷ്യമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഗോളായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഗോളൊക്കെ എഴുതി വെച്ചു. ഇനി ഗോൾ എഴുതി വെച്ച അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അതിനെ സ്മാർട്ട് ആക്കി മാറ്റണം. സ്മാർട്ട്, SMART. എസ് എന്താ? സ്പെസിഫിക് ആക്കണം, മെഷറബിൾ ആക്കണം, അക്വയറിങ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം. അതേപോലെ റിയലിസ്റ്റിക് ആയിരിക്കണം. അടുത്തത് ടൈം ബൗണ്ട് ആയിരിക്കണം. സ്മാർട്ട് ആക്കി മാറ്റുക നമ്മളെ ഗോൾസിനെ. ഓക്കെ, എന്നാൽ എന്ത് സംഭവിക്കും? നമുക്കത് ഈസിലി അട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളുടെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ വിഷൻ ബോർഡും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. അതൊരു ബോണസ് ആയിട്ടൊക്കെ നമ്മളുടെ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കൊടുക്കണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. ഒരു ജൂൺ ആവട്ടെ, കാരണം ജാനുവരിയിൽ തുടങ്ങിയതല്ലേ. ജൂൺ ആകുമ്പോഴേക്കും ആ ഗോളൊക്കെ സെറ്റ് ചെയ്തവർ എവിടെ എത്തുന്നു എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഇതുവരെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഷാനി മാം യെസ് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരൊക്കെയാ പറഞ്ഞത്? അഫ്സിറ മാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇല്ല. ഓക്കെ, ഗോള് സെറ്റ് ചെയ്തിട്ടേ നമ്മൾ അതിന്റെ ലക്ഷ്യത്തിൽ എത്തണം, അതല്ലെങ്കിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹാബിറ്റ്സ് വേണം കേട്ടോ. ശീലങ്ങൾ, ഹാബിറ്റ്സ് എന്ന് പറയും. ഓക്കെ, പക്ഷെ ആരും പേടിക്കണ്ട. സിമ്പിൾ ഹാബിറ്റ്സ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഹാബിറ്റ് ആണ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾ സെറ്റ് ചെയ്തവർ ഉണ്ടാവേണ്ട 3 ഹാബിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 1, വിഷ്വലൈസേഷൻ. നിങ്ങളെ ഗോൾ എന്താണോ അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. രണ്ടാമത്തെ സംഭവമാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയും. ഒരു പുതിയ സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട, അതായത് നിങ്ങൾ വിജയിക്കണം, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു നെറ്റ്വർക്കിൽ പെടണം. പോസിറ്റീവായ ആൾക്കാരുള്ള നെറ്റ്വർക്ക്. കാരണം ദർ ഇസ് എ സേയിങ്, യു ആർ ദ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ അറൗണ്ട് യു. നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു 5 ആൾക്കാരുടെ ആവറേജ് ആയിരിക്കും നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഹാബിറ്റ് ഉണ്ടാവണം ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ? 1, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. 2, കണ്ടിന്യൂസ് ലേണിംഗ് ആയിരിക്കണം. 3, നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ഓർമ്മിക്കുക, ഇവിടെ ഇരിക്കുന്ന ആരും കംപ്ലൈനിങ്ങോ ബ്ലേമിങ്ങോ എക്സ്ക്യൂസസോ പറയുന്ന ആൾക്കാരാവരുത്.
ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഓക്കെ. പിന്നെ നമ്മളെ ശിവകേര പറഞ്ഞ ഒരു കോട്ട് ഉണ്ട് ആ ബുക്കിൽ, കൊട്ടേഷൻ ഉണ്ട്. അതായത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് അവള് വിജയിച്ചത് എന്തോ ഒരു പുതിയൊരു സംഭവം ചെയ്തിട്ടാ, എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതാണ് വിജയിച്ചത് കേട്ടോ. അങ്ങനെയല്ല. ശിവകേരയുടെ ബുക്കിൽ പറയുന്നത് എന്താണെന്നറിയോ? അതിലുള്ള റൈറ്റിംഗ് ആണ്, വിജയികള് വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നു. എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. വിജയികള് വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവര് കാര്യങ്ങള് വ്യത്യസ്തമായി ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാണോ? നിങ്ങളെ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സിന് റെഡിയാണോ? ആണോ? നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഗോളിനെ? നിങ്ങൾ കണ്ടിന്യൂസ് ലേണിങ്ങിന് റെഡി ആണെങ്കിൽ നമ്മളുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ നമ്മുടെ ബാച്ച് 10 ആണ്. അമേസിംഗ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് വരാൻ പോകുന്നത്. ഇറ്റ് ഈസ് 30 days ഓഫ് ഇന്റൻസീവ് ട്രെയിനിങ്. നമ്മൾ എഫക്റ്റീവ് ട്രെയിനർ, സ്പീക്കർ ഒക്കെ ആവാണ്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹോൾസം പാക്കേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 30 days ഓൺലൈൻ ട്രെയിനിങ് ആണ്. അതേപോലെ ഈ പ്രാവശ്യം നമ്മൾ 1 day ഓഫ്ലൈൻ ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ കൺസൾട്ടിങ് ആണ് കേട്ടോ. ഓരോരാൾക്കും പല പല ഏരിയാസിലായിരിക്കും പ്രശ്നം. ചിലർക്ക് ചിലപ്പോൾ ഫിയർ ആയിരിക്കും, ചിലർക്ക് സംസാരിക്കാനുള്ള കണ്ടന്റ് കിട്ടുന്നില്ല, എവിടുന്ന് ഞാൻ കണ്ടന്റ് കൊണ്ടുവരും എന്നുള്ള ടെൻഷൻ ആയിരിക്കും. കുറെ പേർക്ക് ട്രെയിനിങ് മൊഡ്യൂൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറെ പേർക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതായിരിക്കും. ഇതൊക്കെ കൂടെ നമ്മൾ ഒറ്റ സംഭവമായിട്ട് ഒരു ഹോൾസം പാക്കേജ് ആയിട്ട് അങ്ങോട്ട് തരികയാണ്. 30 days ഓൺലൈൻ ട്രെയിനിങ് ആണ്, 1 day ഓഫ്ലൈൻ ട്രെയിനിങ്ങും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ പാക്കേജ് വരുന്നത് ഇങ്ങനെയാണ്. ഓഫ്ലൈൻ ട്രെയിനിങ്ങിന്റെ ഫുഡ് അടക്കമാണ് കേട്ടോ. ഇറ്റ്സ് ഫ്രീ ഫോർ യു. ഫുഡ് അടക്കമാണ്, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഹോൾസം പാക്കേജ് ആണ്. യു ബിക്കം ഓൺലൈനിലും ഓഫ്ലൈനിലും എങ്ങനെ ഒരു നല്ല സ്പീക്കറും ട്രെയിനറും ആവാന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നോട്ട് ഓൺലി ഓഫ്ലൈൻ, ഓക്കെ, ഓൺലൈനിലും ഓഫ്ലൈനിലും ടോട്ടൽ ആയിട്ടുള്ള ഹോൾസം പാക്കേജ് ആണ്. ആൻഡ് വി ഗിവ് യു സർട്ടിഫിക്കറ്റ് ഓൺ കംപ്ലീഷൻ. Madam, where is the offline training going to happen? ഇതിപ്പോ ഈ മാസം 25th നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കണ്ണൂർ വെച്ചിട്ടായിരിക്കും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടലിലായിരിക്കും. ഈ മാസം നമ്മൾ ചെയ്യുന്നത് കണ്ണൂരിലായിരിക്കും. ഇറ്റ് വിൽ ബി ഓൺ എ സൺഡേ. എന്തായാലും ലീവ് ഉള്ള ഒരു ദിവസമൊക്കെ ആയിരിക്കും. നമ്മൾ അതിനൊക്കെ നോക്കിയിട്ട് തന്നെയാ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇന്ന് നമ്മൾ സംസാരിച്ചതില്? എന്നെ കൊണ്ട് വിജയിക്കാൻ പറ്റുമോ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ ഇത്? അപ്സീറ മാം, ഫീസാണ് ദേ ഇവിടെ കിടക്കുന്നത്. ഇത് ഇൻക്ലൂസീവ് ഓഫ് എവറിത്തിങ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എല്ലാം കൂടെ ഹോൾസം പാക്കേജ് ആണ്. ഇതിൽ നിങ്ങൾ വിഷ്വൽ എയ്ഡ്സ് ഉണ്ടാക്കുന്നത് അടക്കം പഠിക്കും കേട്ടോ. അതായത് PPT എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് വെബിനാർ എങ്ങനെ കണ്ടക്ട് ചെയ്യാം, സൂം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഓൾ ടുഗദർ യു ബിക്കം ആൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനർ. ശരിക്കും ഇത് വെരി ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടുന്നതാണ്. ഒരുപാട് കണ്ടൻസ് ഉള്ള ഒരു കോഴ്സാണ് കേട്ടോ. ഒരുപാട് കണ്ടൻസ് ഉള്ള കോഴ്സാണ്. You will become an amazing trainer. An international trainer തന്നെ ഞാൻ വിളിക്കും. കാരണം അത്രയും പോളിഷ് ചെയ്യും നിങ്ങൾ നമ്മളെ സ്റ്റുഡൻസിനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവർ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് അവർ കോഴ്സ്. And on that note, I shall wind up. And എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും അറിയാനുണ്ടോ? ഉണ്ട് മാഡം, പറയൂ. ചോദിച്ചോട്ടെ മാം? ഏത്? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാമേ, ഞാനൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് എഴുതുകയാണേ. അപ്പം കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക.
ഇപ്പൊ എനിക്കൊരു ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളത്, ഞാൻ ഈ എനിഗ്രാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് ഞാൻ ടൈപ്പ് 4 ആയിട്ടാണ്. അപ്പം ഈ കുറച്ച് ഹെഡ് സെന്റർ ആക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ് 5 അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേഷനിൽ അങ്ങനെയുള്ളവരുമായിട്ട് എനിക്ക് മത്സരിച്ച് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തോന്നല്. എന്താ വെച്ചാല് എന്നെക്കാളും അവർ അടിപൊളിയല്ലേ, ഞാൻ അവിടെ എത്തുവോ, അതാണോ? ഇപ്പം ഞാനൊരു ബേസിക് കോഴ്സ് മാത്രമേ ചെയ്തുള്ളൂ എനിഗ്രാമിന്റെ. അപ്പൊ അതിൽ പറയുന്നത് ഈ കുറച്ചു പേര് വിഭാഗം ഹാർട്ട് സെന്റർ ആക്റ്റീവ് ആയിട്ടുള്ള ഹൃദയ വികാര വികാരം. കുറച്ചു പേര് ഹെഡ് സെന്റർ. ഉം. അപ്പൊ ഞാൻ ടൈപ്പ് 4 ആയിട്ടാണ് അതിൽ നോക്കിയപ്പോ കണ്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഹെഡ് സെന്റർ കൂടുതൽ ചിന്താശക്തിയും ഈ തല കൂടുതൽ വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ളവരായിട്ട് കോമ്പറ്റീറ്റീവ് ചെയ്ത് എഴുതാൻ പറ്റുമോ? മീൻസ് മാക്സിമം മാർക്ക് കിട്ടുന്നവരാണല്ലോ സോ വാട്ട് യു ക്യാൻ ഡു ഹിയർ, നിങ്ങൾ മുമ്പിൽ വരുന്നത് ഈ ഉള്ള പരീക്ഷയില്. വേറെന്തോ പറഞ്ഞോ, സ്റ്റക്കായി തോന്നുന്നു. സി വാട്ട് യു ഇല്ല ക്യാൻ മാം ഡു പറഞ്ഞു. വാട്ട് യു ക്യാൻ ഡു ഇസ്, ഒരിക്കലും ഒരു ലിമിറ്റിംഗ് ബിലീഫ് വെക്കരുത്. ഡോണ്ട് കീപ്പ് എ ലിമിറ്റിംഗ് ബിലീഫ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നാച്ചുറലി എല്ലാവരും കമ്പീറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങളെ പോലെ തന്നെ മറ്റുള്ളവരും കഷ്ടപ്പെട്ട് കോമ്പീറ്റ് ചെയ്യാൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് എക്സാം, യു നോ ഇറ്റ്. വാട്ട് യു വിൽ ഡു, you will prepare very well. Whatever exam it is, you will prepare very well for it. Preparation ആണ് എല്ലാം കേട്ടോ. പ്രിപ്പറേഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ യു ഫീൽ മോർ കോൺഫിഡൻറ്റ്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു സെഷനിലേക്ക് വരുമ്പം തന്നെ ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ നടത്തിയാൽ മാത്രമേ നമ്മളൊരു കോൺഫിഡൻ്റ് ആവും. ഫസ്റ്റ് തിങ്, യു ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ. വൈ? ബിക്കോസ് യു ആർ ഗോയിങ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പൊ എല്ലാവരും പ്രിപ്പയർ ചെയ്യും, മൊത്തം എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ യു ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ. ഇനി എന്ത് ചെയ്യണം? നന്നായിട്ട് അഫർമേഷൻസ് കൊടുക്കണം. എന്നെ കൊണ്ട് പറ്റും, അല്ലാതെ എന്നെ കൊണ്ട് പറ്റുമോ, എന്നെക്കാളും ഞാൻ ഇത്രയും ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ്. യു ആർ റൈറ്റിംഗ് ആൻ എക്സാം, ഓൺലി ഫോക്കസ് ഓൺ ദാറ്റ്. You are studying for the exam, you are preparing for the exam, you are preparing yourself. inner talkinoടും കൂടി പറയാം, യു ആർ കേപ്പബിൾ, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് നീ ജയിക്കും, എന്തായാലും നീ ജയിക്കാനുള്ളവൻ തന്നെയാണെന്ന് യു ഹാവ് ടു ടെൽ യുവർ സെൽഫ്. ഓക്കെ. പിന്നെ ഈ ഹോട്ടലിൽ പോയി ഇരുന്നിട്ട് ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് ബിരിയാണി തന്നെ കൊണ്ടു തരുമോ, ഇനി പൊറോട്ട കൊണ്ട് തന്നേക്കോ, പൊറോട്ടയും ചിക്കൻ ബിരിയാണി എന്നാ ഞാൻ പറഞ്ഞേ, ഇനി പൊറോട്ടയും ചിക്കനും കൊണ്ടുതരുമോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. വെയിറ്റർ എന്തായാലും ചിക്കൻ ബിരിയാണി എന്നെ കൊണ്ടുതരും, ദാറ്റ് ഇസ് ഫോർ ഷുവർ. ആ ഒരു വിശ്വാസം തന്നെ ഇരിക്കാം. വിഷ്വലൈസ് യുവർ സെൽഫ്. എല്ലാ ദിവസവും മരുന്ന് പോലെ, ഒരു ഡോക്ടറൊക്കെ പറയില്ല രാവിലെയും രാത്രിയും ഇന്ന മരുന്നൊക്കെ കഴിച്ചോന്ന്, അതേപോലെ രാവിലെയും രാത്രിയും മരുന്ന് പോലെ വിഷ്വലൈസ് ചെയ്യാം. Visualizing yourself, I'm studying very well, going for the exam, happy ആയിട്ട് പോകുന്നു, ഹാപ്പി. ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നു, ഞാനിങ്ങനെ അയ്യോ ഇത്ര ഈസി ക്വസ്റ്റ്യൻ പേപ്പർ, എൻ്റെ പടച്ചോനേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നു, ഞാൻ സന്തോഷിക്കുന്നു, എന്നിട്ട് ഞാൻ പുറത്തേക്ക് സന്തോഷത്തോടെ വരുന്നു. അതേപോലെ റിസൾട്ടിൻ്റെ ദിവസം ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരു റിസൾട്ട് കാണുന്നു, സൂപ്പർ റിസൾട്ട് കാണുന്നു. ബി ഇൻ ദാറ്റ് ഹാപ്പി സ്റ്റേറ്റ്. ഓക്കെ. ഒരിക്കലും നമ്മളിങ്ങനെ ഡൗൺ ആക്കി കളയരുത്. ബി ഇൻ ദാറ്റ് എനർജി ലെവൽ ഇറ്റ് സെൽഫ്. ബി ഹാപ്പി. വിഷ്വലൈസ് ഓൺലി ഹാപ്പിനെസ് ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ഓൾസോ. നമ്മളെല്ലാവരും ബ്ലെസ്സിങ്ങും ഉണ്ട്. ഓക്കെ. ഡോണ്ട് ഓൾവേസ് തിങ്ക് ലൈക്ക് എന്നെക്കാളും അത് നമ്മളുടെയൊക്കെ പ്രശ്നമാണ്, ലിമിറ്റിംഗ് ബിലീഫാണ്. എല്ലാവരും അതേപോലെ തന്നെയാ ചിന്തിക്കാം. സ്പെഷ്യലി കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാവരും കോമ്പീറ്റ് ചെയ്യല്ലേ. അപ്പം നാച്ചുറലി നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഫീലിംഗ് വരും, അതിനെ വിശ്വസിക്കരുത്, തിരിച്ചു പറഞ്ഞു കൊടുക്കാം, അഫർമേഷൻസ് കൊടുക്കുക. ഐ എം കേപ്പബിൾ. അതുകൊണ്ടല്ലേ ഞാൻ ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തതന്നെ, എന്നെ കൊണ്ട് പറ്റും, ആ വിശ്വാസം വെക്കുക കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു മാം. താങ്ക് യു ഡിയർ. പക്ഷെ വേറെ സംഭവമുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്ത് വരുമ്പോഴും ആ സന്തോഷം വിഷ്വലൈസ് ചെയ്യണമെന്ന് അറിയുന്നുണ്ട്. ഒരാള് പറഞ്ഞിട്ടുണ്ട്, ഇത് ബോക്സിങ്ങിന് പോവാ കേട്ടോ, ആള് ബോക്സിങ്ങിന് പോവാ. അപ്പൊ ആള് വിഷ്വലൈസ് ചെയ്യാ, ബോക്സിംഗ് ആണ് വലിയൊരു കോമ്പറ്റീറ്റർ ആയിട്ട് ഇങ്ങനെ റെസ്ലിങ്ങിന് പോവാൻ പോവാ. അപ്പൊ ആള് പറയാണ്, ആള് തോറ്റു കേട്ടോ. ആദ്യം തന്നെ ഞാൻ റിസൾട്ട് പറയാം. ആള് തോറ്റിട്ടാ തിരിച്ചു വന്നത്. എന്നിട്ട് ആള് പറയാം,
ഞാൻ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തോറ്റു. എന്താ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ മെന്റർ അയാളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നീ എന്താ വിഷ്വലൈസ് ചെയ്തത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വിഷ്വലൈസ് ചെയ്തല്ലോ, ഞാൻ റിങ്ങിൽ പോകുന്നു, മറ്റാള് വരുന്നു, ഞാൻ അയാളുമായിട്ട് ഇങ്ങനെ അടികൂടുന്നു, ഞാൻ നല്ല പഞ്ചൊക്കെ വെച്ച് കൊടുക്കുന്നു, ഇതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്നു. അപ്പൊ മെന്റർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്നിട്ടെന്താ? ഞാൻ നന്നായി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. മെന്റർ ചോദിച്ചു, ഓക്കെ, നീ റെസ്ലിംഗിലേക്ക് പോയി, നീ വിഷ്വലൈസ് ചെയ്തു, അവിടെ റിങ്ങിൽ നിന്നു, നീ നല്ലോണം റെസ്ലിംഗ് ഒക്കെ ചെയ്തു, നീ അതിന്റെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ? അതായത് നീ സന്തോഷത്തോടെ റിങ്ങിൽ പോകുന്നത് വിഷ്വലൈസ് ചെയ്തു, സന്തോഷത്തോടെ റിങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്നത് വിഷ്വലൈസ് ചെയ്തോന്ന് വെച്ചാൽ പറഞ്ഞു, ഓ ഇല്ല കേട്ടോ, അത് ചെയ്തില്ല. നമ്മളെല്ലാവരും പ്രശ്നമാണത്. നമ്മളെല്ലാവരും ഇപ്പൊ പരീക്ഷയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതും സന്തോഷത്തോടെ എഴുതുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്യും, പക്ഷെ അതിന്റെ റിസൾട്ട് വരുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. സോ കീപ് ഇറ്റ് ആസ് എ പ്രോസസ്, സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഫിനിഷിങ് വരെ. എപ്പോഴാ ഫിനിഷ് ചെയ്യുക? ഈ റിസൾട്ട് കാണുമ്പോഴാണ് നമ്മളുടെ എക്സാം ഫിനിഷ് ആകുന്നത്. അപ്പൊ റിസൾട്ട് വരെയുള്ള കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യാം ഡെയിലി. ഓക്കെ, രാവിലെയും രാത്രിയായിട്ട് ഇങ്ങനെ മരുന്നെടുക്കുന്നത് പോലെ തന്നെ വിഷ്വലൈസ് ചെയ്യുക. ദാറ്റ് വിൽ കീപ് യുവർ എനർജി ലെവൽ ഹൈ. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ തോന്നും. അയ്യോ എനിക്കത് കിട്ടണ്ടേ, എനിക്കിത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി വരും. ഓക്കെ, ഇൻഷാല്ലാ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പോ നമ്മളുടെ 10th ബാച്ച് ഓഫ് ട്രെയിനർ കോഴ്സ് ഈ മാസം 2nd വീക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളിവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളോട് കണക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ കണക്ട് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, ഓഫ്ലൈൻ ട്രെയിനിങ് ഈ മാസത്തത് ഉണ്ടാവുക കണ്ണൂർ ഡിസ്ട്രിക്റ്റിലായിരിക്കും, നിയർ ടു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും. നോ ഇഷ്യൂസ് ഓൺ ട്രാവലിംഗ് ആൻഡ് ഓൺ. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് ഷാൽ വി വൈൻഡ് അപ്പ്? ഓക്കെ അല്ലേ? വേറെ വേറെ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരിക്കോ? വേറെ ഡിസ്ട്രിക്റ്റില് ഉണ്ടാവും, എല്ലാ പക്ഷെ ഈ മാസം ഉണ്ടാവില്ല, ഈ മാസം ആയിരിക്കൂല. ഓക്കെ ഓക്കെ വിൽ കീപ് ഇറ്റ് ഇൻ അനദർ മന്ത്. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാവരും നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.